പാലക്കാട് അട്ടപ്പാടിയിൽ മോഷണക്കുറ്റം ആരോപിച്ച് വനവാസി യുവാവിന് മർദ്ദനം. അട്ടപ്പാടി പാലൂർ സ്വദേശി മണികണ്ഠനെയാണ് ആയുർവേദ മരുന്ന് മോഷ്ടിച്ചു എന്നാരോപിച്ച് അതിക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ തലയോട്ടി പൊട്ടിയ മണികണ്ഠൻ ചികിത്സയിൽ തുടരുകയാണ്. സംഭവത്തിൽ പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് മണികണ്ഠന്റെ കുടുംബം ആരോപിച്ചു. കഴിഞ്ഞ 7-ാം തീയതിയാണ് പരാതിക്കാസ്പദമായ സംഭവം. അട്ടപ്പാടി പാലൂർ സ്വദേശി മണികണ്ഠനെ വനവാസികളിൽ നിന്ന് വേരുകളും മറ്റും ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന രാമരാജ് വേര് മോഷ്ടിച്ചു എന്നാരോപിച്ച് മർദ്ദിച്ചു എന്നാണ് പരാതി. എന്നാൽ തലയ്ക്കടിയേറ്റ യുവാവിന് പുറമെ പരിക്കുകളൊന്നുമില്ലാത്തതിനാൽ പിറ്റേന്ന് 8-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വനവാസി വാദ്യോപകരണങ്ങൾ വായിക്കുന്നതിന് കോഴിക്കോട്ടേക്ക് പോയി. കോഴിക്കോട് വെച്ച് കുഴഞ്ഞു വീണ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലെ പരിശോധനയിലാണ് മർദ്ദനത്തിൽ തലയൊട്ടി പൊട്ടിയിട്ടുണ്ട് എന്നും ശസ്ത്രക്രിയ വേണമെന്നും അറിയിച്ചത്. ഡോക്ടർമാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അട്ടപ്പാടി പുതൂർ പോലീസ് കോഴിക്കോടെത്തി മണികണ്ഠന്റെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി. രാമരാജിന്റെ വേര് എടുത്തെന്ന് പറഞ്ഞിട്ട് വേര് തമ്പേട്ടൻ്റെ അവിടെ പോയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസുകാരെ വന്നിട്ട് അവിടെ നിന്ന് കേസ് കൊടുത്തിട്ടുണ്ട് രാമരാജ്. അപ്പോൾ കേസ് കൊടുത്തപ്പോൾ പോലീസുകാരെ വന്നിട്ട് അവിടെ തമ്പേട്ടൻ്റെ അവിടെ നിന്ന് വേര് മേടിച്ച് രാമരാജിൻ്റെ അടുത്ത് പോയി കൊടുത്തു. അപ്പോൾ കൊടുത്തിട്ട് പോലീസുകാരെ തിരിച്ചു പോയി. അപ്പോൾ തിരിച്ചു പോയപ്പോൾ 3 മണി ശേഷം ഇവരങ്ങനെ വഴിക്കൂടി പോയിരിക്കുന്നു. അപ്പോൾ വഴിക്കൂടി പോയപ്പോൾ രാമരാജ് ഇവര് വലിച്ചു പിടിച്ച് വടിയിൽ നിന്നും തലയൊക്കെ അടിച്ച് അറിയില്ലാന്ന് ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു. പോലീസുകാരെ വന്ന് ഇവിടെ വന്ന് പറയുന്നത് സാക്ഷി കാണുന്നില്ലല്ലോ. അപ്പോൾ സാക്ഷി കാണില്ലാതെ ഞങ്ങൾ ഇങ്ങനെ പരാതി എടുക്കാം. അപ്പം നീ കണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നീ കണ്ടോ? നീ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു വെറുതെ പരാതി കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ചേട്ടൻ തല്ലിയതാ? എന്താ ചേട്ടൻ്റെ പേരറിയോ? രാമരാജ്. രാമരാജ് എന്തിനാ തല്ലിയത്? ഈ പേര് കട്ടെടുത്ത പറഞ്ഞു. നിലവിൽ തലയ്ക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞ യുവാവ് ചികിത്സയിൽ തുടരുകയാണ്. സംഭവത്തിൽ പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ജനം, പാലക്കാട്.